രാവിലെ 6 മണിക്ക് 6:30 6:45 വരുമ്പോൾ ക്ലിനിക്ക് ഓപ്പൺ ചെയ്യും. രാത്രി 9 മണി വരെ അവിടെ ഉണ്ടാവും. ഇപ്പോഴാണ് മാനേജറും അങ്ങനെ കുറച്ച് സിസ്റ്റമാറ്റിക് ആക്കിയത്. ബ്രോയിന്റെ ഒരു ഒപ്പീനിയനിൽ ഏറ്റവും ബെസ്റ്റ് ഇൻഷുറൻസ് ഏതായിരിക്കും? 50 വയസ്സുള്ളവരിന് മുകളിലവർക്ക് കൺസൾട്ടിങ് ഇല്ല അവിടെ. അവർ ആജീവനാന്ത കാലം അവർക്ക് കൺസൾട്ടിങ് ഫ്രീ ആണ്. ക്യാൻസർ പേഷ്യൻസ്, ഡയാലിസിസ് പേഷ്യൻസിനൊന്നും കൺസൾട്ടിങ് ഇല്ല. ഇങ്ങനെ കൺസൾട്ടേഷന് വരുന്ന ആളുകൾക്ക് ആർക്കൊക്കെ അറിയാവോ ഇതൊരു 27 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളുടെ ഹോസ്പിറ്റലാണ്? നമുക്കൊരു ക്ലിനിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 1 ഇയർ കൊണ്ട് അത് ബ്രേക്ക് ചെയ്യാനാവും ശരിക്കും പറഞ്ഞാൽ. ഇന്ത്യ പോലെ ലോകത്തിലെ ഏറ്റവും പോപ്പുലേഷനുള്ള ഒരു രാജ്യത്ത് ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഇൻഷുറൻസ് പറയുമ്പോൾ അത് നമുക്ക് ഏറ്റവും നമ്മൾ ഗവൺമെന്റിന്റെ ഒരു എന്താ പറയുക ഒരു വീഴ്ചയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ക്യാൻസറിന് ആക്ച്വലി മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ചില ബിഗ് ഫാർമാസിന് താല്പര്യമില്ല അത് പുറത്തു വരാൻ. അങ്ങനെ ബിഗ് ഫാർമാസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ബ്ലെയിം ചെയ്ത് പറയില്ല. സൂചന പോലും തരാത്ത ഒരാൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് മാറി നമ്മളെ തൊട്ടടുത്തൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. Hello and welcome to a new episode of Voice Up Podcast. ഒരു ഹെൽത്ത് കെയർ ബിസിനസിന്റെ റിസ്ക് എത്രത്തോളാണെന്ന് നമുക്ക് ഭൂരിഭാഗം പേർക്കും അറിയില്ല. കാരണം നമ്മളിൽ അധികം ആളുകളും കടന്നു ചെല്ലാത്തൊരു മേഖലയാണ്. പക്ഷേ ഒരു സാധാരണ ക്ലിനിക്കിൽ നിന്ന് തുടങ്ങി തൻ്റെ 27ാമത്തെ വയസ്സായപ്പോഴേക്കും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്തെടുത്ത് ഇപ്പം ഇന്ത്യക്ക് പുറത്തേക്കും വലിയ രീതിയിൽ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹയാത്ത് മെഡിക്കെയറിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള നാസിഫ് മുഹമ്മദ് ആണ് ഇന്ന് നമ്മുടെ കൂടെ. യെസ് റൈറ്റ്. സോ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ക്യാപിറ്റലാണ് ആവശ്യമായി വരിക? ഒരു ക്ലിനിക്ക് നമുക്ക് എത്ര നാൾ കൊണ്ട് ബ്രേക്ക് ഈവൻ സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരാൻ പറ്റും? എങ്ങനെയാണ് നമ്മൾ അവിടേക്കുള്ള സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്നത്, എസ്പെഷ്യലി ഡോക്ടേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത്? ബഡ്ജറ്റ് ഫ്രണ്ട്ലി മെഡിസിൻസിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇനി ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ AI-ന്റെ പോസിബിലിറ്റീസ്, ഫ്യൂച്ചറിലേക്കുള്ള AI-ന്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്ന് തുടങ്ങി ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാണ്. സോ ഇഫ് യു ആർ പ്ലാനിങ് സംതിങ് ഇൻ ഹെൽത്ത് കെയർ ഓർ ഹോസ്പിറ്റാലിറ്റി, യു ഷുഡന്റ് മിസ് ദിസ്.